ജാറിലേക്ക് 20 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ്. 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 2 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. രണ്ട് ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് മിക്സ് ആക്കാൻ പോവുകയാണ്. ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുവും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. തീ നന്നായി കുറച്ച് വയ്ക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി തീ കൂട്ടി വയ്ക്കാം. നമ്മുടെ തക്കാളി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടി കലക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കട്ട് ചെയ്ത മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി അരപ്പ് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കാം. അരപ്പിലേക്ക് മീനിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയോടെ എടുത്തൊന്ന് കറക്കി വയ്ക്കാം. നന്നായിട്ട് കറക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം.
ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ കറക്കി വയ്ക്കാം. നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് തീ ഇട്ടിരുന്നത്. നമുക്കിനി അത് കുറച്ച് വയ്ക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കി വയ്ക്കാം. നമ്മൾ കറക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തവിയിട്ട് ഇനി ഇളക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുണ്ടാവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി അടച്ചു വയ്ക്കാം. വെച്ച് നമ്മൾ തീ ഓഫാക്കുവാണ്. ഇനി നമുക്ക് 1 അരമണിക്കൂർ കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്.